നമസ്കാരം. ഗീതാമൃതത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. ഗീതയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങും തോറും മഹനീയമായ സൂക്ഷ്മമായ അനുഭവ തലങ്ങളിലേക്ക് നാം എത്തിച്ചേരുകയാണ്. കർമ്മം എങ്ങനെ ചെയ്യണം എന്ന് നാം മനസ്സിലാക്കി. കർമ്മവും യോഗവും വിപരീത ദിശയിൽ നിൽക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. കർമ്മം സ്ഥൂലമാണ്, യോഗം സൂക്ഷ്മമാണ്. എന്നാൽ സമർത്ഥനായ ഭഗവാൻ നമ്മോട് ഉപദേശിക്കുകയാണ്, ഇത് രണ്ടും നിങ്ങൾക്ക് ചേർത്ത് കൊണ്ടുപോയേ മതിയാകൂ. എന്നാൽ വീണ്ടും അടുത്ത ശ്ലോകത്തിൽ ഈശ്വരൻ പറയുന്നു, പലതരം ഉപദേശങ്ങൾ കേട്ട് നിന്റെ ബുദ്ധി പതറിയിരിക്കുന്നു. ഇത് എന്നിൽ നിർത്തുമ്പോൾ അല്ലെങ്കിൽ സമാധിയിലെത്തുമ്പോൾ നീ യോഗത്തിലെത്തും. എന്താണ് ഇവിടെ ഈശ്വരൻ അർത്ഥമാക്കുന്നത്? പലതരം ഉപദേശങ്ങൾ എന്താണ്? എത്രയോ ജ്ഞാനം ലോകത്തിലുണ്ട്. നമ്മൾ എന്താണ് പഠിക്കേണ്ടത്, എന്താണ് പഠിച്ചുകൂടാത്തത്? അതാകട്ടെ നമ്മുടെ ഇന്നത്തെ ചർച്ച. ഈ ചർച്ചയിലും അതിൻ്റെ ആന്തരിക രഹസ്യങ്ങളിലേക്ക് നമ്മെ എത്തിക്കാൻ നമ്മോട് കൂടെയുണ്ട് ആദരണീയ രാജയോഗിനി ബ്രഹ്മകുമാരി പങ്കജ് ബഹൻ. ബഹൻജി, ഇന്നത്തെ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഓം ശാന്തി. യോഗവും ജ്ഞാനവും അല്ലെങ്കിൽ കർമ്മയോഗം പഠിപ്പിച്ചു തന്നതിന് ശേഷം ഈശ്വരൻ പറയുന്നു, പലതരം ഉപദേശങ്ങൾ നീ കേൾക്കും, അതെല്ലാം കേട്ട് നിൻ്റെ ബുദ്ധി പതറിപ്പോകരുത്. പക്ഷെ പലതരം ഉപദേശങ്ങൾ നല്ലതാണ് എന്ന് നമുക്ക് തോന്നുമ്പോൾ നമ്മൾ പലതരം ഉപദേശങ്ങൾ കേൾക്കാതെ എങ്ങനെ ഇരിക്കും? എല്ലാ കാര്യങ്ങളും പഠിച്ചാൽ കൂടുതൽ നല്ലതാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഒന്നിലേക്ക് മാത്രമായി എന്തിന് ശ്രദ്ധ കേന്ദ്രീകരിക്കണം? പലതരം ഉപദേശങ്ങൾ കേൾക്കുമ്പം നമുക്ക് ആശയക്കുഴപ്പമേ ഉണ്ടാവുള്ളൂ. ഒരച്ഛനും അമ്മയ്ക്കും 2 മക്കളുണ്ട്. അപ്പം അവരുടെ അധ്വാനവും അവരുടെ സമ്പാദ്യവും അവരുടെ സ്നേഹവും ശ്രദ്ധയും കരുതലും എല്ലാം 2 മക്കൾ കൊടുത്താൽ മതി. അവർക്ക് 10 മക്കളുണ്ടെങ്കിലോ ഈ 2 കുട്ടികൾക്ക് കൊടുക്കേണ്ടത് തന്നെയല്ലേ വീതിച്ച് എല്ലാവർക്കും കൊടുക്കേണ്ടി വരിക. സമയം 24 മണിക്കൂർ അതിൻ്റെ എക്സ്ട്രാ ഉണ്ടാകാൻ പോകുന്നില്ല. സമ്പാദ്യം ഇത്രയേ ഉള്ളൂ, അതുകൊണ്ട് വേണം 10 പേരെ നോക്കാനായിട്ട്. അതുപോലെ നമ്മുടെ ഉള്ളിലുള്ള റിസോഴ്സസ്, നമ്മുടെ അറിവ്, നമ്മുടെ സമയം, എനർജി, ഇതൊക്കെ നമ്മൾ ഒന്നിലേക്ക് ഏകാഗ്രമാക്കുമ്പം നമുക്കതിന്ന് ഒരു അറ്റത്തെത്താൻ സാധിക്കും. പാക്കനാർ ഒരു ദിവസം അഗ്നിഹോത്രിയെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അഗ്നിഹോത്രി പൂജ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പാക്കനാർ താണജാതി ആയതുകൊണ്ട്, അഗ്നിഹോത്രി ബ്രാഹ്മണനായതുകൊണ്ട് വീട്ടിൻ്റെ ഉള്ളിൽ പ്രവേശിക്കാൻ പറ്റില്ല. അപ്പോൾ പാക്കനാർ പുറത്ത് ഇരുന്നിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഓരോ ദേവനെയും പൂജിച്ച് മന്ത്രങ്ങളൊക്കെ ചൊല്ലിയതിന് ശേഷം പിന്നെ മണിയടിക്കും. അങ്ങനെ ഓരോരുത്തരുടെയും പൂജ കഴിയുന്നതിനുള്ള അടയാളമാണ് മണിയടിക്കുക. അപ്പോൾ ആദ്യം ശിവനെ പൂജിക്കായിരുന്നു അഗ്നിഹോത്രി, അത് കഴിഞ്ഞ് ശക്തിയെ, അത് കഴിഞ്ഞ് ഗണപതി, അത് കഴിഞ്ഞ് മഹാവിഷ്ണു, പിന്നെ മുരുകൻ, ആഞ്ജനേയൻ, ഇങ്ങനെ സൂര്യൻ, ഇങ്ങനെ പലരെ ഓരോ മണി അടിക്കുന്നത് വരയ്ക്കും അദ്ദേഹം കുഴിച്ചുകൊണ്ടിരുന്നു. അടുത്ത മണി കേൾക്കുന്ന വരയ്ക്കും പിന്നെ 1 മണി കഴിഞ്ഞിട്ട് അടുത്തത് വരയ്ക്കും വേറൊരു കുഴി കുഴിക്കും. ഇങ്ങനെ പല കുഴികൾ കുഴിച്ചു. പൂജയൊക്കെ കഴിഞ്ഞതിന് ശേഷം അഗ്നിഹോത്രി പുറത്തുനിന്ന് നോക്കിയപ്പം മുറ്റത്ത് പല കുഴികൾ കുഴിച്ചു വെച്ചിരിക്കുന്നു. അപ്പോൾ പാക്കനോട് ചോദിച്ചു, ഇതെന്താ ഇത്ര കുഴി കുഴിച്ചത് എന്ന് വെച്ചപ്പോൾ വെള്ളം കാണാമെന്ന് പറഞ്ഞു. അതിന് ഒരു സ്ഥലത്ത് കുഴിച്ചാലേ വെള്ളം കിട്ടുള്ളൂ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അതന്നെ എനിക്കും അങ്ങോട്ട് ചോദിക്കാനുള്ളത്. ഇത്രയും പേര് പൂജിച്ചതിന് പകരം ഒരാളെ തന്നെ പൂജിച്ചിരുന്നായിരുന്നെങ്കിൽ ഫലം കിട്ടില്ലായിരുന്നോ എന്ന് ചോദിച്ചു. മഹാഭാരതത്തിൽ പാണ്ഡവന്മാരെയും കൗരവന്മാരെയും അശ്വത്ഥാമാവിനെയും ദ്രോണാചാര്യാണല്ലോ അസ്ത്രശസ്ത്രവിദ്യ പഠിപ്പിക്കേണ്ടായിരുന്നത്. അപ്പോൾ ഹസ്തിനപുരത്തിലെ പ്രജകളുടെ മുമ്പിൽ ധൃതരാഷ്ട്ര, ഗാന്ധാരി അവരുടെയൊക്കെ മുമ്പിൽ ആദ്യത്തെ പരീക്ഷയാണ്. അദ്ദേഹം ഓരോരുത്തരായിട്ട് വിളിച്ചിട്ട് ചോദിച്ചു, നോക്കി അവിടെ മുമ്പിലൊരു വൃക്ഷമുണ്ട്, അവിടെ ആ വൃക്ഷത്തിലൊരു പക്ഷിയെ തൂക്കിയിട്ടിട്ടുണ്ട്, ആ പക്ഷിയുടെ കണ്ണിലാണ് അമ്പ ചെയ്യേണ്ടത് എന്ന് ആദ്യം കുട്ടികളോടൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തരോടും വിളിച്ച് ചോദിച്ചു, നിങ്ങൾ എന്താ കാണുന്നത്? ഓരോരുത്തരും പറഞ്ഞു, ഞാൻ വൃക്ഷത്തെ കാണുന്നു, പക്ഷിയെ കാണുന്നു, അല്ലെങ്കിൽ ഹസ്തിനപുരത്തിലെ പ്രജകളെ കാണുന്നു, അച്ഛനെ കാണുന്നു, ഗുരുവിനെ കാണുന്നു എന്നൊക്കെ പറഞ്ഞവരോട് അമ്പുമില്ലും തൊടാൻ പോലും ദ്രോണാചാര്യ സമ്മതിച്ചില്ല. അർജുനൻ്റെ ഊഴം വന്നപ്പോൾ അർജുനൻ പറഞ്ഞു, ഞാൻ ആ പക്ഷിയുടെ കണ്ണ് കാണുന്നു എന്ന്. അപ്പം പറഞ്ഞു അർജുനോട് അമ്പുമില്ല് എടുത്തോളാൻ. അതുകൊണ്ട് ആ ഒന്നിലെ ശ്രദ്ധ ഏകാഗ്രമാക്കുമ്പോഴാണ് നമുക്കൊരു വിദ്യ ആരംഭിക്കാൻ തന്നെ സാധിക്കുക എന്നാണ് പറയുന്നത്. അതുകൊണ്ട് പല ആശയങ്ങളിൽ പെട്ടുപോകാണ്ട് ഒന്നിൽ നമ്മുടെ ശ്രദ്ധ ഏകാഗ്രമാക്കണം എന്ന് ഗീത ഊന്നൽ നൽകുന്നത്. പക്ഷേ എല്ലാം ഒരുപാട് ഉപദേശം നമ്മുടെ ഭാരതീയ തത്വചിന്ത തന്നെ അനുസരിച്ച് എല്ലാം ഒന്ന് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ എല്ലാം നോക്കുന്നത് കൊണ്ട് എന്താണ് പ്രശ്നം? നമുക്ക് തോന്നുന്നു എല്ലാം ഭാരതീയ തത്വശാസ്ത്രത്തെ തന്നെ ഭാഗമാണല്ലോ എന്ന്. പക്ഷേ ഇപ്പോൾ സാധാരണ ഉറങ്ങുന്നൊരു കാര്യം തന്നെ എടുക്കാം. പണ്ടൊക്കെ ഞാൻ കേട്ടിട്ടുള്ളത് കിഴക്കോട്ട് തലവെച്ച് കിടക്കണം എന്നാണ്. പക്ഷേ പിന്നെ ഞാൻ വളർന്നു വലുതായപ്പം ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു വടക്കോട്ട് തലവെച്ച് കിടക്കുന്നതാണ് നല്ലത്. പിന്നെ ചിലർ പറയാൻ തുടങ്ങി അതല്ല തെക്കോട്ടാണ് ശരിക്കും തലവെച്ച് കിടക്കേണ്ടത് എന്ന്. അങ്ങനെ ഒരു ഉറങ്ങുന്ന കാര്യത്തിൽ പോലും എവിടെ തലവെച്ച് കിടക്കണം എന്നുള്ളതിൽ പോലും ആശയക്കുഴപ്പമാണ്.
വിളക്ക് ഒരു തിരിയിട്ട് വിളക്ക് എത്തിച്ചാൽ മതി എന്ന് പറയും. ചിലർ പറയാല്ല കിഴക്കോട്ടും പടിഞ്ഞാട്ടും ഓരോ തിരിയിട്ടിട്ട് വിളക്ക് എത്തിക്കണം. ചിലർ പറയും ത്രിമൂർത്തികളുടെ പ്രതീകമായിട്ട് 3 തിരിയിട്ടിട്ടാണ് വിളക്ക് കത്തിക്കേണ്ടത്. ചിലർ പറയുന്നത് 5 തിരിയാണ് ഏറ്റവും ഉത്തമം. ചിലർ പറയും അതല്ല 7 ആണെങ്കിൽ അതിനേക്കാൾ നല്ലത്. ഇങ്ങനെ ഒരു ചെറിയ കാര്യങ്ങളിൽ പോലും എത്ര ആശയക്കുഴപ്പങ്ങളാണ് നോക്കിക്കേ. രാധ ശ്രീകൃഷ്ണനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് എത്ര ഒരുങ്ങിയാലും പോരാ, എത്ര ഉടുത്താലും പോരാ, കവളത്ത് ചായം തേച്ച്, ചുണ്ടിൽ ചായം തേച്ച്, മുടി ചീകി കെട്ടി പിന്നി അങ്ങനെയൊക്കെയാണ് കൃഷ്ണനെ തൃപ്തിപ്പെടുത്തിയത്. മീര എല്ലാം കളഞ്ഞിട്ടാണ് ശ്രീകൃഷ്ണനെ തൃപ്തിപ്പെടുത്തിയത്. കൊട്ടാര സുഖങ്ങൾ കളഞ്ഞു, വെള്ള വസ്ത്രമാക്കി മാറ്റി, ഇങ്ങനെ തൻ്റെ ജീവിതത്തെ വളരെ 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 ത്യാഗം നിറഞ്ഞതായിട്ട് സിമ്പിളാക്കി മാറ്റി ഭഗവാനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട്. ഒരേ ധർമ്മത്തിലുള്ള സന്യാസിമാർ, ചില സന്യാസിമാർ ശിരോമുണ്ഡനം ചെയ്യണം എന്നല്ല ഈശ്വരൻ തൃപ്തനാകാം. ചിലർ ഈശ്വരനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ജടാവൽക്കലം ധരിക്കാറുണ്ട്. ചിലർ പറയാറുണ്ട് പ്രസാദം ഉണ്ണണം എന്നാലേ ഭഗവാന്റെ അനുഗ്രഹം കിട്ടുള്ളൂ. ചിലർ പറയും ഉപവസിക്കാൻ വേണ്ടത്. ചിലർ യാതൊരു സങ്കല്പം പോലും ഇല്ലാത്ത നിർസങ്കല്പ സമാധിയിലേക്ക് മനസ്സിനെ കൊണ്ടുപോകാനായിട്ട് പരിശ്രമിക്കുമ്പം വേറെ ചിലർ പറയണ ഭജന പാടണം, നാമം ജപിക്കണം, നമ്മൾ ഭഗവാനെ ഉറക്കെ വിളിച്ച് പ്രാർത്ഥിക്കണം എന്നാലേ ഭഗവാൻ തൃപ്തനാകുള്ളൂ എന്നും. അപ്പോൾ ഇതാണോ ചെയ്യേണ്ടത് അതാണോ ചെയ്യേണ്ടത്? ഒരു മതം പറയേണ്ട മത്സ്യം മാംസമൊന്നും കഴിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല, ഭഗവാൻ ഇതിനൊക്കെ ഉണ്ടാക്കിയത് മനുഷ്യന് വേണ്ടിയിട്ടാണെന്ന്. ഒരു മതം പറയേണ്ടത് നമ്മുടെ വയറ് നിറയാൻ വേണ്ടിയിട്ട് നമ്മൾ വല്ല ജീവജാലങ്ങളെയും കൊന്നു തിന്നേണ്ട വല്ല ആവശ്യമുണ്ടോ? മറ്റു ജീവനെ ഹനിക്കുന്നത് ഹിംസയാണ്. ഹിംസ ചെയ്യുന്നവർക്ക് ഈശ്വരനെ എത്താൻ പറ്റില്ല. അതുകൊണ്ട് വ്രതകാലങ്ങളിലും ഉപവാസകാലങ്ങളിലും ഒക്കെ കുറഞ്ഞ പക്ഷെ അപ്പോഴെങ്കിലും ആഹാരം സാത്വികമാക്കാൻ ശ്രദ്ധിക്കുന്നത്. ഇങ്ങനെ എക്സ്ട്രീമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് നിലവിലുള്ളത്. ഒരിക്കൽ ഒരാൾ വീട്ടിലെ എലി ശല്യം കാരണം ഒരു പൂച്ചയെ വളർത്താൻ തുടങ്ങി. ഇദ്ദേഹം പൂജ ചെയ്യുമ്പം ഈ പൂച്ച വന്ന് ആ പാലൊക്കെ എച്ചിലാക്കും, പ്രസാദമൊക്കെ എച്ചിലാക്കും. അതുകൊണ്ട് അദ്ദേഹം പൂജ ചെയ്യുന്ന സമയത്ത് ഒരു കൊട്ട എടുത്തിട്ട് ഈ പൂച്ച അതിൽ കമത്തിച്ചിട്ട് ചിരവെടുത്തിട്ട് ആ കൊട്ടയുടെ മുകളിൽ കൊണ്ടുവന്ന് വെക്കും. അങ്ങനെ അദ്ദേഹം എന്നും പൂജ ചെയ്യുന്നത്. ഇദ്ദേഹം മരിച്ചിട്ട് മകൻ പൂജ ആരംഭിച്ചപ്പോഴും മകൻ്റെ ചുമതലയായി പൂജ ചെയ്യുന്നത്. അപ്പം മകനും അങ്ങനെ തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു ദിവസം ഈ പൂച്ച ചത്തുപോയി. അപ്പം മകൻ ഇനി അടുത്ത ദിവസം പൂജ ചെയ്യേണ്ട സമയത്ത് അടുത്ത വീട്ടിൽ പോയിട്ട് 2-3 വീടുകളൊക്കെ അന്വേഷിച്ചൊരു പൂച്ചയെ കൊണ്ടുവന്നിട്ട് അതിനെ കൊട്ടയുടെ അടിയിൽ കമത്തിയിട്ട് ചിരവ മുകളിൽ വെച്ചിട്ട് പൂജ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അമ്മ ചോദിച്ചു, നീ എന്തായി കാണിക്കുന്നതെന്ന് ചോദിച്ചു മകനോട്. അപ്പം മകൻ പറഞ്ഞു, അച്ഛൻ ഇങ്ങനെ ചെയ്തത്, ഇത്രയും ഐശ്വര്യത്തിന് അച്ഛൻ ഇങ്ങനെ പൂജ ചെയ്തുകൊണ്ടാണ് ഇത്ര ഐശ്വര്യം ഉള്ളത്, അതുകൊണ്ടാണ് ഞാനും ഇങ്ങനെ ചെയ്യണത് എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ കാര്യം മനസ്സിലാക്കി കൊടുത്തു. എന്ന് പറഞ്ഞ പോലെ പല കാര്യങ്ങളും നമുക്ക് തന്നെ അറിഞ്ഞൂടെ എന്തുകൊണ്ടാണ് നമ്മൾ ചെയ്യണത്. അന്ധമായിട്ടുള്ളൊരു വിശ്വാസത്തിൻ്റെ ആധാരത്തിൽ വിവേകം തുറന്ന് ചിന്തിക്കാതെ നമ്മൾ ചെയ്യുമ്പം അതുകൊണ്ടാണ് പല ആശയങ്ങൾ നിലവിലുള്ളത്. ബെഞ്ചി, ധാരാളം ആശയങ്ങളുണ്ട്. പല പണ്ഡിതന്മാരും വ്യാഖ്യാനിച്ചവരും എല്ലാം അവരവരുടേതായിട്ടുള്ള രീതികൾ ലോകത്തിന് നൽകിയിട്ടുണ്ട്. പക്ഷേ ഗീത പറയുന്നു പലത് കേൾക്കരുത്. പക്ഷേ ഇവിടെ നമുക്ക് ഒന്ന് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ആ പെർഫെക്റ്റ് ആയിട്ടുള്ളത് ഏതാണ് അത് മനസ്സിലാക്കണ്ടേ? എല്ലാം നോക്കുന്നത് അന്വേഷണത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇത് പറഞ്ഞാൽ ഭക്തൻ പറയും, എങ്കിൽ നിങ്ങൾ എനിക്ക് ഏതാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരും എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? നമ്മൾ പെർഫെക്റ്റ് ആയിട്ടുള്ളതിലേക്ക് എങ്ങനെ അത് കണ്ടുപിടിക്കാനുള്ള ക്രൈറ്റീരിയൻ, മാനദണ്ഡം എന്താണ്? പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു മാർഗമാണെങ്കിൽ നമുക്കതിൽ നിന്ന് സുഖവും ശാന്തിയും സംതൃപ്തിയും ലഭിക്കും. അത് ഇപ്പം ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്ക് ശാന്തിയുണ്ട്, അത് കഴിഞ്ഞാൽ ഇല്ല. പിന്നെ ഞാൻ അമ്പലത്തിലുള്ളപ്പം അല്ലെങ്കിൽ ഏതെങ്കിലും ആരാധനാലയത്തിലുള്ളപ്പം എൻ്റെ മനസ്സ് ശാന്തമാണ്, അത്രയും നേരം എൻ്റെ ഉള്ളിൽ ശാന്തിയുണ്ട്. അത് കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോഴേക്കും വീണ്ടും പ്രശ്നങ്ങളെ സമീപിക്കുമ്പം എൻ്റെ ശാന്തി ഇല്ലാണ്ടായി. അങ്ങനെ ആയിരിക്കില്ല. അചഞ്ചലമായിട്ടുള്ള ഇളകാത്തൊരു ശാന്തി നമുക്ക് അനുഭവിക്കാൻ സാധിക്കും നമ്മൾ തിരഞ്ഞെടുത്ത വഴി പെർഫെക്റ്റ് ആണെങ്കിൽ. എന്നുവെച്ചാൽ നമ്മുടെ വിചാരം തന്നെ, അമ്പലത്തിലുള്ളപ്പം നമ്മുടെ വിചാരം എന്താ? ഈശ്വരനുണ്ട്, ഭഗവാൻ എന്നെ കൈവിടില്ല. പക്ഷെ പുറത്ത് പോകുമ്പം എനിക്ക് പേടിയായിട്ട് വയ്യ, ഈശ്വരനെ കൈവിടുമോ എന്തോ, രക്ഷിക്കുമോ എന്തോ, ഈ പ്രശ്നം എത്ര വലുതാണ്, ഞാൻ ഒറ്റയ്ക്കാണ്. അവിടെ എന്താ വിചാരിച്ചത്? എൻ്റെ കൂടെ ഈശ്വരനുണ്ട്. പക്ഷെ പുറത്ത് വന്നപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് എന്നാണ് ചിന്തിക്കുന്നത്. സോ യഥാർത്ഥമായിട്ടുള്ള വഴി എന്താ? നിരന്തരമായിട്ടുള്ള ശാന്തി, ഉലയാത്ത അചഞ്ചലമായിട്ടുള്ളൊരു ശാന്തിയും സുഖവും സംതൃപ്തിയും നമുക്ക് യഥാർത്ഥമായതിൽ കൂടെ ലഭിക്കും. പിന്നെ യഥാർത്ഥമായിട്ടുള്ള വഴിയിലെത്തിയ വ്യക്തിക്ക് ഒരു സംതൃപ്തി ഉണ്ടാവും. അപ്പോൾ അവിടെ തന്നെ ഉറച്ചു നിൽക്കും. പിന്നെ വീണ്ടും പല അന്വേഷണങ്ങൾ ഉണ്ടാവില്ല, പലതിലേക്ക് മനസ്സ് തിരിയില്ല. പിന്നെ ആധ്യാത്മികത അല്ലെങ്കിൽ ഈശ്വരനെ ആശ്രയിക്കുന്നത് സമാധാനവും സന്തോഷവും കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈശ്വരടുത്ത് വന്നിട്ട് നമുക്ക് എക്സ്ട്രാ ദുഃഖമാണെങ്കിലോ എക്സ്ട്രാ ആയാസരമായിട്ടുള്ള ജീവിതമാണെങ്കിലോ, ചില ആൾക്കാർ അന്ധമായിട്ടുള്ള ചില വിശ്വാസങ്ങൾ, നാക്കിൽ ശൂലം തിരികിയിട്ട് അല്ലെങ്കിൽ ദേഹത്തിൻ്റെ മുതുകത്ത് കൊളുത്തിയിട്ട് ആ ചങ്ങലയിലാണ് രഥം വലിക്കുന്നത്. ഇത് ഈശ്വരന് ഇഷ്ടപ്പെടും, ഇത് ഈശ്വരൻ്റെ മുന്നിലുള്ള അർച്ചനയാണ്. തീയുടെ മുകളിൽ കൂടെ നടക്കുക,
ഇങ്ങനെയുള്ള അന്ധമായിട്ടുള്ള വിശ്വാസങ്ങൾ ഒരിക്കലും അത് യഥാർത്ഥമായിട്ടുള്ള മാർഗ്ഗമല്ല. ദൈവം ഏതെങ്കിലും അച്ഛനമ്മ തൻ്റെ മക്കൾ ദുഃഖിക്കണം എന്ന് വിചാരിക്കും? സാധാരണ മനുഷ്യർ പോലും തൻ്റെ മക്കൾ സുഖമായിട്ടിരിക്കണം, നന്നായിട്ടിരിക്കണം എന്ന് ആഗ്രഹിക്കുമ്പം ദൈവം കുട്ടികൾ ഇങ്ങനെ ചെയ്യുന്നൊന്നും തീർച്ചയായിട്ടും ഒരിക്കലും സുഖലോലുപന്മാരായിട്ട് മാറരുത്. തൻ്റെ പാപം തീർക്കാനുള്ള ഒരു സ്വയം പീഡനം എന്ന രീതിയിലായിരിക്കാം ചിലപ്പോൾ. അവിടെ ഉപനിഷത്ത് പറയുന്നുണ്ട്, ശരീരമാദ്യം കലുധർമ്മ സാധനം. സൽക്കർമ്മങ്ങൾ ചെയ്യണമെങ്കിൽ നമുക്ക് ദേഹം വേണമല്ലോ. ദേഹത്തെ ഉപദ്രവിച്ച് കഷ്ടപ്പെടുത്തി ഇതിൻ്റെ ആരോഗ്യത്തൊക്കെ കളഞ്ഞിട്ട് പിന്നെ നമുക്ക് പുണ്യകർമ്മം എങ്ങനെ ചെയ്യാൻ സാധിക്കും? പാപം ചെയ്യണവരൊക്കെ നല്ല സുഖമായിട്ട് ഇരുന്നിട്ട് ശരീരത്തിൻ്റെ ആരോഗ്യം വളർത്തി അവർ പാപം ചെയ്യുന്നുണ്ട്. പുണ്യകർമ്മം ചെയ്യുന്നവർ ദേഹത്തെ ഉപദ്രവിച്ച് ആരോഗ്യം ഇല്ലാണ്ടാക്കി കഴിഞ്ഞാൽ അവർ ഈ ലോകത്തിൽ എങ്ങനെ കൂടുതൽ കാലം പുണ്യകർമ്മം ചെയ്യും? അതുകൊണ്ട് ശ്രീബുദ്ധനും പറഞ്ഞിട്ടുണ്ട്, ദേഹത്തെ പീഡിപ്പിച്ചിട്ട് ഒരിക്കലും ഈശ്വരയിലേക്ക് എത്താൻ പറ്റില്ല. അതുകൊണ്ട് ദൈവത്തിലെത്തി എത്താൻ വേണ്ടിയിട്ട് ഒരിക്കലും ദേഹത്തെ പീഡിപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന് അദ്ദേഹവും പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറൊരു അന്ധവിശ്വാസം എന്താണെന്ന് വെച്ചാൽ കോഴിയെ കൊല്ലാം. ദൈവത്തെ തൃപ്തിപ്പെടുത്താനായിട്ട് കോഴിയെ ബലി കഴിക്കുക, ആടിനെ ബലി കഴിക്കുക, നരബലി. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലൊരു കോഴിയുണ്ട്. കോഴിയുടെ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ പകൽ പോലും നമ്മൾ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും, കോഴി പട്ടപ്പകൽ നിന്ന് ഉറക്കം തൂങ്ങുന്നത് കാണാം. അതുപോലെ അതിരാവിലെ എല്ലാവരും ഉണർത്തിയിട്ട് കോഴി നിന്നുറങ്ങും. അതുപോലെ നമ്മളെല്ലാവരും മറ്റുള്ളവരെ ഉപദേശിക്കാൻ മിടുക്കന്മാരാണ്. പക്ഷെ ആ ഉപദേശം നമ്മുടെ സ്വന്തം ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കുന്ന കാര്യത്തിലാണ് നമ്മളെല്ലാവരും പുറകോട്ട്. ആരുടെയെങ്കിലും വീട്ടിലൊരു മരണം ഉണ്ടായി നമ്മൾ പോയി പറയും, സാരില്ല, ആത്മാവുണ്ട്, ആത്മാവ് മരിച്ചിട്ടില്ല, ഇനി പോട്ടെ, പോയത് പോയി കഴിഞ്ഞു, ഇനിയുള്ളത് എന്തെന്ന് ചിന്തിക്കേ, ഇനി ഈ മക്കളെയൊക്കെ നോക്കാനായിട്ട് നീ വേണ്ട, നീ ഇങ്ങനെ ദുഃഖിച്ച് നിന്നെ നശിപ്പിച്ചാൽ പിന്നെ ഈ മക്കൾ ആരും നോക്കും എന്നൊക്കെ പറയും. നമ്മുടെ വീട്ടിലൊരു മരണം ഉണ്ടായാൽ നമ്മൾ വേറെ വല്ലവരും വന്ന് ഉപദേശിക്കണം. ഈ അറിവ് നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാക്ടിക്കലാക്കുന്നില്ല. അതുകൊണ്ട് ഈ കോഴി, നമ്മുടെ എല്ലാവരും ഉള്ള ഈ കോഴിയാണ് നമ്മൾ കൊന്നു കളയേണ്ടത്. അടുത്ത ആട്. എല്ലാത്തിലും എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ കോഴിയും ആടും എല്ലാം പറയുമ്പോൾ വേറെന്തോ ഈശ്വരൻ ഉദ്ദേശിച്ചു സൂക്ഷ്മമായ കാര്യങ്ങൾ, പക്ഷെ അതിനെ സൂക്ഷ്മമായതിലേക്ക് എത്താൻ പറ്റാത്തതുകൊണ്ട് അതിനെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക്. അതെ 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 ഫിലോസഫി എന്ന് വെച്ചാൽ തത്വശാസ്ത്രം എന്ന് പറയാം. തത്വം മനസ്സിലാക്കുമ്പോഴാണ് അത് ശാസ്ത്രമാകുന്നത്, സയൻസ് ആവുന്നത്. വെറും ആചാര അനുഷ്ഠാനമായിട്ട് വിവേകം തുറന്ന് ചിന്തിക്കാതെ അന്ധമായിട്ട് അതിനെ എടുത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അതുപോലെ ആടിൻ്റെ സ്വഭാവമാണ് മേ 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 മേ. സംസ്കൃതത്തിൽ അല്ലെങ്കിൽ ഹിന്ദിയിൽ മേ എന്ന് വെച്ചാൽ ഞാൻ എന്നർത്ഥം. അപ്പോൾ ഈ ഞാൻ 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 എന്നുള്ള പൊങ്ങച്ചം പറച്ചിലും അഹങ്കാരവും ഈ ഭാവത്തെയാണ് നമ്മൾ, ഞാനെന്ന ഭാവത്തെയാണ് ബലി കഴിക്കേണ്ടത്. ആ അഹങ്കാരം ഇല്ലാണ്ടായി തന്നെ മനുഷ്യനെ എവിടെ എത്താൻ പറ്റും? എന്തൊക്കെ ആയിത്തീരാൻ സാധിക്കും? വലുതും ചെയ്യുന്നവർക്കായി അഹങ്കാരം വരുന്നത്, കഴിവുള്ളവർക്കായി അഹങ്കാരം വരുന്നത്. പക്ഷേ അഹങ്കാരം അവരുടെ കഴിവിനെ പൂർണ്ണമായിട്ട് നശിപ്പിച്ച് കളയാണ്. അതേപോലെ നരബലി. നമ്മളെ അല്ല കൊല്ലേണ്ടത്, കഴുത്തല്ല വെട്ടേണ്ടത്. ദൈവയുടെ മുമ്പിൽ പോയിട്ട് കഴുത്ത് വെട്ടും, അതല്ല നരബലി. നമ്മുടെ ഉള്ളിലുള്ള ഈ ഞാനെന്ന ഭാവവും നമ്മുടെ തലയുടെ ഉള്ളിൽ കയറിയിരിക്കുന്ന ദുർവാസനകളും ദുർവികാരങ്ങളും ഇതിനെയാണ് നമ്മൾ ബലി കഴിക്കേണ്ടത്. അതുകൊണ്ട് ഈ അന്ധവിശ്വാസങ്ങളെ ഇല്ലാണ്ടാക്കുന്നതാണ് ശരിയായ മാർഗം എന്ന് ഗീത പറയുന്നത്. അപ്പം നമ്മൾ ഇത്തരം ആചാരങ്ങളെല്ലാം ചെയ്യുമ്പോഴും വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇത് നമുക്ക് യഥാർത്ഥത്തിൽ ആ സൂക്ഷ്മ ലക്ഷ്യത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നുണ്ടോ അല്ലെ? ഇനിയിപ്പോൾ അഥവാ ആചാരങ്ങൾ തുടങ്ങിയെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിലും ഒരു റീതിങ്കിങ് ചെയ്യേണ്ടിയിരിക്കുന്നു. എവിടേക്ക് ഉപയോഗിക്കണം, വിവേകം അന്ധമായിട്ട് ആചരിക്കരുത്. അതിൻ്റെ ലക്ഷ്യം എന്താണ്, ഇതുകൊണ്ട് എന്താണ് നേട്ടം കിട്ടുന്നതെന്ന് കുറച്ചൊന്ന് ചിന്തിച്ച് തൻ്റെ ജീവിതത്തിലേക്ക് തന്നെ നോക്കേണ്ടിയിരിക്കുന്നു. അപ്പം ഈ ഒരുപാട് അഭിപ്രായങ്ങളെ ഗീത നിശേഷം തള്ളിക്കളയുകയാണ്. ഒരുപാട് അഭിപ്രായങ്ങൾ എങ്ങനെയാണ് ഭൂമിയിൽ ഉണ്ടായത്? ഒരഭിപ്രായം തന്നെ മതിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു ഭക്തന് ഒരു ആശയക്കുഴപ്പം ഉണ്ടാകാതെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാമായിരുന്നു. ഈ ഇത്ര വൈവിധ്യം ഇത് നല്ലത് തന്നെയാണോ? ഇതെങ്ങനെ ഉണ്ടായി? ഒരു തൊപ്പി വിൽക്കുന്ന കടയുണ്ടായിരുന്നു. അവിടെ പല നിറത്തിലും പല ഡിസൈനിലുള്ള തൊപ്പികളുണ്ട്. പക്ഷേ എല്ലാ തൊപ്പിയുടെയും സൈസ് ഒന്നാണ്. അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ തല ഈ തൊപ്പിയുടെ സൈസിന് ചെത്തി ശരിയാക്കിയിട്ട് വന്നാൽ ഇവിടുന്ന് തൊപ്പി തരാം എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതെങ്ങനെ പ്രാവർത്തികമാക്കും അല്ലേ? നമ്മുടെ തല തൊപ്പിക്ക് അതുപോലെയല്ല. തൊപ്പിയെ അതേപോലെ ഹിന്ദു മതത്തിൽ പ്രത്യേകിച്ച് എല്ലാ ആശയങ്ങളും ഒരുപാട് വേദശാസ്ത്ര ഇതിഹാസ പുരാണങ്ങൾ ശ്രുതികൾ ഒത്തിരി മാർഗങ്ങളുണ്ട്. അപ്പം പലരും ചോദിക്കാറുണ്ട്, എന്തിനാണ് ഇത്രയൊക്കെ ദൈവങ്ങളും ഇത്രയെല്ലാം ആചാരങ്ങളും, ഇതിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ആ കടയിൽ പല സൈസിലുള്ള തൊപ്പി വേണം എന്ന്, അല്ലാണ്ട് തലയല്ല തൊപ്പിക്ക് തന്ന പോലെ ആക്കേണ്ടത്, തലയ്ക്ക് തന്ന പോലെയുള്ള തൊപ്പി വേണം. അതേപോലെ പല തരത്തിലുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ സംതൃപ്തിക്ക് തന്ന പോലെ ഉള്ളത് നമുക്കിവിടെ ലഭ്യമാണ്. അതുകൊണ്ട് എനിക്ക് വേണ്ടത് അവിടെ ഇല്ല, എനിക്കിതൊന്നും എടുക്കാൻ പറ്റുന്നില്ല എന്ന് വിചാരിക്കേണ്ട, അവർക്ക് വേണ്ടതും ഇവിടെ ഉണ്ട്. അപ്പോൾ അത് ഗ്രഹിച്ചിട്ട് അവിടെ നിന്ന് അങ്ങ് ഉയരണം. തലയും തൊപ്പിക്ക് തന്ന പോലെ തലയെ ഒന്ന് വലുതാക്കണം.
ഒരച്ഛനും അമ്മയ്ക്കും 4 മക്കളുണ്ട്. ഒരു കുട്ടി കളക്ടറാണ്, ഒരു കുട്ടി എഞ്ചിനീയറാണ്, ഒരു കുട്ടി ഡോക്ടറാണ്, ഒരു കുട്ടി മന്ദബുദ്ധിയാണ്. ഇവരൊക്കെ നല്ല നിലയിലെത്തി പഠിച്ച് നല്ല ജോലിയിൽ അവരുടെ ഫീൽഡിൽ ശരിക്കും എഫിഷ്യൻ്റായിട്ട് പ്രകാശിക്കുന്നുണ്ട്. പക്ഷെ അച്ഛൻ ഈ 4ാമത്തെ മകനും ഈ മന്ദബുദ്ധിയായിട്ടുള്ള മകനും അവരെ പോലെ ആകണം എന്ന് പ്രതീക്ഷിക്കില്ല. അവൻ്റെ സ്വന്തം കാര്യമെങ്കിലും ആരെ ആശ്രയിക്കാതെ ചെയ്യാൻ പഠിച്ചാൽ തന്നെ വലിയ കാര്യം എന്ന് പറഞ്ഞാൽ അവൻ്റെ സ്വന്തം കാര്യം ചെയ്യാനുള്ള കഴിവുള്ളവനാക്കി മാറ്റുക ചെയ്യാം എന്ന് പറഞ്ഞ പോലെ എല്ലാ തരത്തിലുള്ള അഭിരുചിയുള്ള ആൾക്കാർക്കും വേണ്ടത് ഇവിടെ ഉണ്ട്. പക്ഷെ അവിടെ തന്നെ നിൽക്കരുത്. UKG തുടങ്ങണം. പക്ഷേ എന്നും UKG നിൽക്കുകയാണെങ്കിൽ ആ കുട്ടിയെ നല്ല വിദ്യാർത്ഥി എന്ന് പറയില്ലല്ലോ. അവിടെ നിന്ന് പഠിച്ച് ആ ഏക ആശ്രയത്തിൽ എവിടെയാണോ അന്വേഷണം അവസാനിക്കുന്നത്, എവിടെയാണോ പ്രാപ്തി ലഭിക്കുന്നത്, അവിടേക്ക് നമ്മൾ വളരണം. എനിക്ക് തോന്നുന്നു ഈ ഭക്തിയുടെ അന്വേഷണം ഒരുപാട് പേര് ചെയ്തിട്ടുണ്ടെങ്കിലും അത് അനാദികാലം മുതൽക്ക് തന്നെ ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെ ഭക്തിയുടെ അന്വേഷണത്തിൽ കൂടെ വന്നുകൊണ്ടിരിക്കുന്നവർ അതിലധികം പേരും പൂർണ്ണതയിൽ എത്താതെ പോയതിൻ്റെ ചിത്രമാണ് കാണുന്നത്. എനിക്ക് തോന്നുന്നു അവരിടയിൽ വെച്ച് ഈ എനിക്ക് കിട്ടേണ്ടത് കിട്ടിയെന്നുള്ള തെറ്റിദ്ധാരണ കൊണ്ട് ഇടയിൽ വെച്ച് അന്വേഷണം അവസാനിപ്പിച്ചത് കൊണ്ടായിരിക്കാം ലക്ഷ്യത്തിലെത്താത്തത്. അപ്പോൾ അവിടെയും മുന്നോട്ട് തന്നെ നമുക്ക് അങ്ങനെ പോകേണ്ടിയിരിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ പൂർണ്ണമായിട്ടുള്ള തൃപ്തി എത്തുന്നത് വരെ. ഭഗവാൻ ഗീതയിൽ വളരെ വ്യക്തമായി പറയുന്നു, നിങ്ങൾ യോഗത്തിൽ എത്തണം. എനിക്കിവിടെ സംശയം, യോഗത്തിൽ എത്തുമ്പോഴാണോ നമ്മൾ മനസ്സ് ശാന്തമാകുന്നതും ഉറയ്ക്കുന്നതും, അതോ കുറച്ച് നമ്മുടെ മനസ്സിന് ശാന്തി ലഭിക്കുമ്പോഴാണോ നമ്മൾ യോഗത്തിലേക്ക് എത്തുന്നത്? എന്താണ് അവിടുത്തെ പ്രക്രിയ? മനസ്സിന് ശാന്തി കിട്ടാൻ ജ്ഞാനവും യോഗവും രണ്ടും ആവശ്യമാണ്. യോഗത്തിൽ കൂടെ ബുദ്ധി ശുദ്ധമാകുമ്പോഴാണ് ജ്ഞാനം തെളിയുന്നത്. അപ്പോഴാണ് ശാന്തി ശാശ്വതമായിട്ടുള്ള, ഒരിക്കലും അൺഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ശാന്തിക്ക് നമുക്ക് അവകാശിയാകാൻ സാധിക്കുന്നത്. അതിന് ഈശ്വരനോട് തന്നെ പറയാം. യോഗം വെച്ചാൽ ഈശ്വരനോടുള്ള കണക്ഷനാണ്. ഈശ്വരനോട് തന്നെ ഉള്ളു തുറന്ന് പ്രാർത്ഥിക്കണം, ഉള്ളു തുറന്ന് പറയണം, ഈശ്വര എനിക്കങ്ങ് സത്യമായിട്ടുള്ള യഥാർത്ഥമായിട്ടുള്ള ജ്ഞാനവും യോഗവും ഉപദേശിച്ചു തന്നാലും, അല്ലെങ്കിൽ ആ വഴി എനിക്ക് കാണിച്ചു തന്നാലും എന്ന് ഭഗവാനോട് തന്നെ പറയണം. അപ്പോൾ തീർച്ചയായിട്ടും ഭഗവാൻ നമ്മളവിടെ എത്തിക്കും. ശ്രീരാമകൃഷ്ണ പരമഹംസൻ്റെ അടുത്ത് വിവേകാനന്ദ സ്വാമി, അന്ന് നരേന്ദ്രൻ വന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ കുറേ കടമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കാരണം വന്നിട്ട് മരിച്ചു. അപ്പം കടംകാരുടെ വളരെയധികം ശല്യമായിരുന്നു. ശല്യം താങ്ങാൻ പറ്റാത്ത കാരണം അവരുടെ അമ്മ വളരെ അസ്വസ്ഥയായിരുന്നു. അതുകൊണ്ട് നരേന്ദ്രന് എങ്ങനെയെങ്കിലും കുറച്ച് കാശ് വേണം, ഈ കടമൊക്കെ ഒന്ന് വീട്ടിയാലേ സമാധാനം ഉണ്ടാവുള്ളൂ എന്ന് മനസ്സിലായി. അദ്ദേഹം ശ്രീരാമകൃഷ്ണദേവനോടൊന്ന് ചോദിച്ചു, നിങ്ങളുടെ അമ്മയ്ക്ക് എനിക്ക് കാശ് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു, കാളിദേവി. അപ്പം പറഞ്ഞു, പറ്റും, എൻ്റെ അമ്മയ്ക്ക് എന്തും തരാൻ സാധിക്കും. എൻ്റെ അമ്മ ആരാ? സ്വയം ജഗദംബയാണ്, കാളിദേവിയാണ്, പറ്റും, കഴിയും എന്ന് പറഞ്ഞു. നീ പോയി ചോദിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ നരേന്ദ്രൻ, കാശ് അത്ര അത്യാവശ്യമായിട്ടുള്ള സാഹചര്യമാണെന്ന് മനസ്സിലാക്കണം. നരേന്ദ്രൻ നേരെ കാളിദേവിയുടെ മുമ്പിൽ പോയിട്ട് നിന്നിട്ട് തൊഴുതുകൊണ്ട് പറഞ്ഞു, അമ്മേ എനിക്ക് ഭക്തി തരണം, എനിക്ക് ജ്ഞാനത്തിൻ്റെ ആഴമായിട്ടുള്ള രഹസ്യങ്ങൾ മനസ്സിലാക്കണം, എനിക്ക് ആ പരമാത്മാവിൻ്റെ പരമമായ തത്വം പിടികിട്ടണം, എനിക്ക് മുക്തി, മോക്ഷം, ജീവൻ മുക്തി തുടങ്ങിയ ആധ്യാത്മികമായിട്ടുള്ള എല്ലാ അനുഭൂതികളും ലഭിക്കണം, ആത്മീയമായിട്ടുള്ള ഒരു അനുഭൂതിയിൽ നിന്ന് പോലും ഞാൻ വഞ്ചിക്കാൻ പാടില്ല എന്നൊക്കെ പ്രാർത്ഥിച്ചിട്ട് പുറത്തു വന്നു. കാശ് ചോദിച്ചില്ല. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ ചോദിച്ചോ, നീ അമ്മയോട് കാശ് ചോദിച്ചോ? അപ്പോൾ നിഷേധാർത്ഥത്തിൽ തലയാട്ടി, ഇല്ല എന്ന് പറഞ്ഞു. നിനക്ക് പൈസ ഇത്ര അത്യാവശ്യമല്ലേ, പിന്നെ നീ എന്താ ചോദിക്കാത്തത്? നേരെ പോയി ചോദിക്ക് എന്ന് പറഞ്ഞു. ശ്രീരാമകൃഷ്ണദേവന് സന്തോഷമായിരുന്നു. എന്താ വെച്ചാൽ വിവേകാനന്ദൻ അല്ലെങ്കിൽ നരേന്ദ്രൻ വേദാന്തിയാണ്, അന്ന് ഒരു അമ്പലത്തിൽ കയറിയിട്ടേ ഇല്ല. ആദ്യമായിട്ട് ഈ പയ്യൻ എന്തായാലും അമ്പലത്തിൽ കയറിയല്ലോ എന്ന് സന്തോഷമായിരുന്നു. നരേന്ദ്രൻ വീണ്ടും കാളിദേവിയുടെ സന്നിധിയിലേക്ക് വന്നു. എന്നുവെച്ചാൽ പൈസ അത്ര അത്യാവശ്യമാണ്, അതുകൊണ്ടാണ്. വീണ്ടും ആദ്യം പറഞ്ഞൊക്കെ പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി വന്നു. ഇപ്രാവശ്യം ചോദിച്ചു ശ്രീരാമകൃഷ്ണദേവൻ, നീ കാളിദേവിയോട് ചോദിച്ചോ, കാശ് ചോദിച്ചോ? പറഞ്ഞു, ഇല്ല. നീ എന്താ ചോദിക്കാത്തത്? നിനക്ക് അത്ര അത്യാവശ്യമല്ലേ, നീ പോയി ചോദിക്കുക. ഇന്ന് ചൊവ്വാഴ്ചയാണ്. ചൊവ്വാഴ്ച ദിവസം അമ്മ എന്ത് ചോദിച്ചാലും ആരെന്ത് പറഞ്ഞാലും തഥാസ്തു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദിവസമാണ് ഇന്നത്തെ ദിവസം. അവിടെ തീർച്ചയായിട്ടും നിനക്ക് കിട്ടും, അവിടെ നീ ഒന്ന് പോയി ചോദിക്കുക എന്ന് പറഞ്ഞു. വീണ്ടും നരേന്ദ്രൻ അകത്തേക്ക് വന്നു. ആദ്യം പറഞ്ഞൊക്കെ പറഞ്ഞിട്ട് വീണ്ടും പുറത്തേക്ക് വന്നു. ഇപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ എന്തോ ചോദിക്കാൻ വേണ്ടി തുടങ്ങുമ്പോഴേക്കും നരേന്ദ്രൻ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, എനിക്കൊരു ചക്രവർത്തിയുടെ അടുത്ത് പോയിട്ട് മത്തങ്ങ വേണം, പയറ് വേണം, പച്ചമുളക് വേണമെന്ന് പറയാൻ സാധിക്കില്ല. അവർ ദേവിയുടെ അടുത്ത് പോയിട്ട് കാശ് ചോദിക്കുക എന്നെക്കൊണ്ട് സാധിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഭക്തിയിലൂടെ അല്ലെങ്കിൽ ഈശ്വരനോട് നമ്മൾ ചോദിക്കേണ്ട അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള വലിയ ലിസ്റ്റുമായിട്ടല്ല ഭഗവാന്റെ അടുത്ത് പോകേണ്ടത്. എനിക്ക് ആ പരമാത്മ തത്വം അറിയണം, എനിക്ക് യഥാർത്ഥമായിട്ടുള്ള വഴി അങ്ങ് കാണിച്ചു തരണം, അനേക സ്ഥലങ്ങളിൽ അലഞ്ഞുകൊണ്ടിരിക്കുന്ന എൻ്റെ മനസ്സിനെ അങ്ങയിൽ മാത്രം ഏകാഗ്രമാകാനായിട്ട് അങ്ങനെ അനുഗ്രഹിക്കണം, എനിക്ക് സത്യമായിട്ടുള്ള ജ്ഞാനം കാണിച്ചു തരണം,
ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാൻ നമുക്ക് നല്ല വഴി തരും. നാരായണത്ത് ഭ്രാന്തൻ ദിവസവും രാത്രി മാത്രമേ ആഹാരം കഴിക്കാറുള്ളൂ. അരി യാചിച്ചു കൊണ്ടുവന്ന അരി ചുടലയിൽ അദ്ദേഹത്തിനൊരു പാത്രമുണ്ട്. അത് അരിയിൽ ആ പാത്രത്തിലിട്ടിട്ട് അവിടുന്ന് കാണുന്ന ചെടികളുടെ ഇലകളൊക്കെ പറിച്ച് അതിലേക്ക് ഇട്ടിട്ട് അവിടെ തന്നെ കിണറുണ്ട്. ആ കിണറ്റിൽ നിന്ന് വെള്ളം കോരി ഒഴിച്ച് അത് കഴുകി പിന്നെ വെള്ളം ഒഴിച്ചിട്ട് ഒരടുപ്പുണ്ട്. ആ കല്ല് 3 കൂട്ടി വെച്ച കല്ല് അതിൻ്റെ മുകളിൽ കയറ്റി വെച്ചിട്ട് ഏതെങ്കിലും കത്തുന്ന ചുടലയിൽ നിന്ന് തന്നെ 4-5 വിറക് എടുത്തുകൊണ്ടെന്ന് വെച്ചിട്ട് അത് വെന്തതിന് ശേഷം അവിടെ നിന്ന് കഴിച്ചിട്ട് അവിടെ തന്നെ കിടന്നുറങ്ങും. അങ്ങനെയാണ്. ഒരു ദിവസം അങ്ങനെ ആഹാരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പം ചുടലഭദ്രകാളിയും തോഴിമാരെല്ലാവരും കൂടെ അവിടെ വന്നു. തൻ്റെ പ്രൈവസിയിൽ നാരായണത്ത് ഭ്രാന്തൻ വിഘ്നം ഉണ്ടാക്കിയത് കാളിദേവിക്ക് അത്ര ഇഷ്ടമായില്ല. എന്തൊക്കെയോ കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. കാളിദേവി നാരായണത്ത് ഭ്രാന്തൻ അതിന് തകുന്ന മറുപടിയൊക്കെ പറഞ്ഞു കേട്ടപ്പം ഞാൻ വിചാരിച്ച പോലെ സാധാരണക്കാരനല്ല ഇയാൾ, നല്ല ബുദ്ധിശാലിയാണ്, നല്ല സാധകനാണ് എന്ന് കാളിദേവിക്ക് മനസ്സിലായി. അപ്പോൾ കാളിദേവി അദ്ദേഹത്തിൽ തൃപ്തയായി. എന്നിട്ട് പറഞ്ഞു, ഞാൻ നിന്നിൽ തൃപ്തയാണ്, അതുകൊണ്ട് എന്ത് വരം വേണേ ചോദിച്ചോ എന്ന് പറഞ്ഞപ്പോൾ നാരായണത്ത് ഭ്രാന്തൻ പറഞ്ഞു, എനിക്ക് യാതൊരു വരവും വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ കാളിദേവി പറഞ്ഞു, അതല്ല, ഞാൻ സാധാരണ ആർക്കൊക്കെയോ വരം കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത്രയും നല്ല ശ്രേഷ്ഠാത്മാവായിട്ടുള്ള നിനക്ക് വരം തരാതെ വെറും കൈയോടെ പോകാൻ എനിക്ക് സാധിക്കില്ല, അതുകൊണ്ട് എന്തെങ്കിലും ചോദിക്കാൻ പറഞ്ഞു. വളരെയധികം നിർബന്ധിച്ചപ്പോൾ നാരായണത്ത് ഭ്രാന്തൻ പറഞ്ഞു, ഞാൻ എന്നാ മരിക്കുക, ആ ഡേറ്റ് പറയാൻ പറഞ്ഞു. അപ്പോൾ കാളിദേവി ഡേറ്റ് പറഞ്ഞു. എന്നാൽ അതിന് ഒരു ദിവസം മുമ്പ് മരിക്കണം. അപ്പോൾ പറഞ്ഞു, ആ മരണമൊന്നും എനിക്ക് മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എന്നാൽ എനിക്ക് വേണ്ടത് തരാൻ പറ്റില്ലെങ്കിൽ എനിക്ക് വേണ്ട. അപ്പോൾ കാളിദേവി പറഞ്ഞു, അതല്ല, എന്തെങ്കിലും ചോദിക്കുക, ഒന്നും തരാതെ പോകാൻ എനിക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറയുന്ന ഒരു ദിവസം പിന്നെ മരിക്കണം. പിന്നെ ഞാൻ പറഞ്ഞില്ല അത് സാധിക്കില്ല എന്ന്, മരണത്തിൻ്റെ ഡേറ്റ് മാറ്റാൻ പറ്റില്ല. അവസാനം നാരായണത്ത് ഭ്രാന്തൻ പറഞ്ഞു, എൻ്റെ ഇടത്തെ കാലിലെ മന്ത് വലത്തെ കാലിലാക്കാൻ പറഞ്ഞു. മന്ത് അല്ലെങ്കിൽ ഒരു കാലിലേ വരുള്ളൂ. അപ്പം അദ്ദേഹത്തിന് ഒന്നും വേണ്ടെന്നർത്ഥം. സോ നല്ല ബുദ്ധിശാലികൾക്ക്, നല്ല സാധകന്മാർക്ക്, യഥാർത്ഥമായിട്ടുള്ള സാധന ചെയ്യുന്നവർക്കറിയാം ഭഗവാനോട് എന്താ ചോദിക്കേണ്ടതെന്ന്. അതുകൊണ്ട് ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെല്ലാം ചോദിക്കേണ്ടതെന്ന് അവർക്കറിയാം. അതുകൊണ്ട് ഗീത അങ്ങനെയുള്ള ആ പാതയിലേക്കാണ് നമ്മളെ നയിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇന്ന് വളരെ ഞെട്ടിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ചെയ്തുകൊണ്ട് പോകുന്ന പല കാര്യങ്ങളും നമുക്ക് സ്വയം നോക്കുകയാണെങ്കിൽ ചക്രവർത്തിയുടെ മുമ്പിൽ പോയിട്ട് മത്തങ്ങയും പയറും ചോദിക്കുന്ന കാഴ്ച നമ്മൾ എത്രയോ കണ്ടുകൊണ്ടിരിക്കുന്നു. അവിടെ ഒരു പുനർവിചിന്തനം തന്നെ നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഗീത തന്നെ ഇത്തരം ഞെട്ടിപ്പിക്കുന്ന ആശയങ്ങളുടെ ഒരു അക്ഷയഖനിയായതുകൊണ്ട് ഇത് നമുക്കെല്ലാവർക്കും ഒരു പുനർവിചിന്തനത്തിനും ഇനി ഇവിടുന്ന് അങ്ങോട്ട് ശരിയായ ജ്ഞാനത്തിലേക്കും ബേഞ്ചി പറഞ്ഞതുപോലെ അത് ഈശ്വരനോട് തന്നെ ചോദിക്കുകയായിരിക്കും ഏറ്റവും നല്ലത്. വിവേകാനന്ദൻ ചോദിച്ചതുപോലെ എനിക്ക് ജ്ഞാനം തരണം, ശരിയായ ജ്ഞാനം വേണമെന്നുള്ള ആഗ്രഹം ഉള്ളവർക്ക് തീർച്ചയായും അതിലെത്താനും വഴി ഈശ്വരൻ തന്നെ കാണിച്ചു കൊടുക്കും. ഇന്നത്തെ ഈ ചർച്ചയ്ക്ക് ഹൃദയം നിറഞ്ഞ നന്ദി. ഓം ശാന്തി. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇനി ചെയ്യാനുള്ളതും ഇതുവരെ ചെയ്തതും എത്രയോ കർമ്മങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും. എന്നാൽ ഈശ്വരനിലെത്താനുള്ള മാർഗം എന്താണ്? അത് ഈശ്വരൻ തന്നെ കാണിച്ചു തരും. പക്ഷേ സത്യമായ അന്വേഷണം ഉള്ളിലുണ്ടായിരിക്കണം. ആ അന്വേഷണത്തിൻ്റെ റിസൾട്ട്, ആ അന്വേഷണത്തിൻ്റെ ഫലം തരാതിരിക്കാൻ തീർച്ചയായിട്ടും ഈശ്വരന് സാധിക്കില്ല. ഈശ്വരൻ വ്യക്തമായി പറയുകയാണ്, പല ഉപദേശങ്ങളുടെ പിന്നാലെ പോയാൽ ബുദ്ധി പതറുക തന്നെ ചെയ്യും. ഞാൻ പറയുന്നത് മാത്രം കേൾക്കുക. നമുക്ക് ഓരോരുത്തർക്കും ആ സത്യജ്ഞാനത്തിലേക്ക് എത്താൻ കഴിയട്ടെ. ആ സത്യജ്ഞാനത്തിലേക്ക് എത്താനുള്ള അന്വേഷണം നമുക്കിന്ന് തന്നെ ആരംഭിക്കാം. അന്വേഷണം ആരംഭിക്കാൻ മറ്റൊരു തയ്യാറെടുപ്പ് നമുക്ക് ആവശ്യമില്ല. ശുദ്ധമായ മനസ്സ് മാത്രം മതിയാകും. ഇന്നത്തെ ചർച്ചയ്ക്ക് ഞങ്ങളോടൊപ്പം പങ്കെടുത്തതിന് ഹൃദയം നിറഞ്ഞ നന്ദി. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം തീർച്ചയായും അറിയിക്കും.